നീ പള്ളി വന്നിട്ട് കാര്യമില്ല. കാരണം നിന്റെ മനസ്സിൽ അവൻ പള്ളിയിൽ പോകാത്ത ആളും ഞാൻ പള്ളിയിൽ പോകുന്ന ആളും എന്നൊരു ബോധമുണ്ടെങ്കിൽ അത് അഹങ്കാരമാണ്. ഇത് മഹാപണ്ഡിതനെ കോട്ടത് കൊണ്ട് ഞാൻ വായിച്ചെടുത്തതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ ഈഗോ വെച്ചിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ താഴ്ത്തി കിട്ടുന്നെങ്കിൽ അതിന്റെ പേര് ദീനല്ല എന്നാണ് വിവരമുള്ള മനുഷ്യർ പറഞ്ഞത്. ആ ദീന സൗന്ദര്യ സങ്കല്പത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏറ്റവും മനോഹരമായ ദീനാണ്. കാരണം ഒരു മനുഷ്യനെ പോലും നിങ്ങളുടെ വിശ്വാസത്തിന്, നിങ്ങളുടെ പ്രാർത്ഥന, അയാളുടെ പേര് അന്വസാധിക്കുന്നതായിരിക്കാം, പക്ഷെ അയാൾ പള്ളിയിൽ പോകുന്നില്ല, അയാൾ സലാം ചെല്ലുന്നില്ല, അയാളെ താടി വെച്ചിട്ടില്ല, അയാളുടെ പാൻറ് ചെറുതാണ്, അയാളുടെ നിസ്കാരത്തായിട്ടില്ല, എന്തൊക്കെയാണ് പറഞ്ഞിട്ട് അളവ്, സാരിന്റെ അളവ്, ചുരിദാറിന്റെ നീളം, എന്തെല്ലാം മനുഷ്യന്റെ അളവ് പോലുകൾ. ഈ അളവ് പോലൊക്കെ വെച്ച് നിങ്ങൾ അളക്കുമ്പോൾ, നിങ്ങൾ മോശമാണെന്ന് പറയുമ്പോൾ ഞാൻ നല്ലതാണെന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലതല്ല എന്ന മതമാണ് ഏറ്റവും മനോഹരമായ മതം. ഈ മതത്തിനെ നിങ്ങൾക്ക് സൗന്ദര്യത്തോടെ ഇഷ്ടപ്പെടാൻ, കാരണം എപ്പോ വേണമെങ്കിലും തിരിച്ചു കയറാവുന്ന, ഉൾക്കൊള്ളാവുന്ന ഒരു മതമാണ്. മൂന്നാമത്തത്, ഈ ദീനിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഞാൻ അബ്ദുറഹ്മാൻ സാറിന് എൻ്റെ പ്രായത്തിന്റെ റെസ്പെക്ട് കൊണ്ട് കയറിയപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനില്ല, അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രായത്തെക്കാൾ വലുത് എന്താ ഉള്ളത്? കാരണം ഞാനൊരു ജീവിച്ച ജീവിതത്തിന്റെ ഇരട്ടി ജീവിതം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട മനുഷ്യന്റെ ഇരട്ടി അനുഭവങ്ങൾ ഉണ്ടാവും. ആ അനുഭവത്തിന് മുമ്പ് നിങ്ങൾ വായിച്ച പുസ്തകവും നമ്മൾ കണ്ട ചാനലും നമ്മുടെ സബ്സ്ക്രൈബറും ഒന്നുമല്ല. അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ അറിവ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കേരളം, ഞാൻ ഇതിനോട് വളരെ അസ്വസ്ഥരായിരുന്നു. അദ്ദേഹം ചെയ്തു വന്നപ്പോഴാണ് ഞാൻ ഹാപ്പിയായി. ഞാൻ അനിയനോട് അദ്ദേഹത്തോട് പറഞ്ഞു, എങ്ങനെയൊന്നും അദ്ദേഹത്തെ ഇങ്ങോട്ട് വരുത്തണം, അല്ലെ, ഇതിലേക്ക് വരുത്തുന്നത് പറഞ്ഞു. അതിന്റെ കാരണം പ്രോട്ടോകോളുകൾ നിങ്ങൾക്കാണ്, അല്ലാഹുവിന്റെ അടുത്തൊരു പ്രോട്ടോകോളും ഇല്ല. ഈ മതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പം, ഈ ദീനിന്റെ ഭംഗി എന്ന് പറയുന്നത് പ്രോട്ടോകോളുകളില്ല. നിങ്ങൾ ഏത് പ്രസിഡന്റ് ആവട്ടെ, പ്രിൻസിപ്പൾ ആവട്ടെ, ആന്റി ആവട്ടെ, ഡ്രൈവർ ആവട്ടെ, നിങ്ങൾക്ക് ദൈവത്തെ ഭയമുണ്ടോ, ഭയത്തിന്റെ അറ്റത്ത് ഇഷ്ടമുണ്ടോ എങ്കിൽ നിങ്ങൾ ഇതിന്റെ അകത്ത് നിൽക്കും. ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളുടെ പോസ്റ്റ്, പൊസിഷൻ, സമ്പത്ത്, പദവി, അറിയപ്പെടുന്ന ഒന്നും ബാധകമല്ല. അതുകൊണ്ടാണ് പൂച്ചക്ക് വെള്ളം കൊടുത്ത്, പൂച്ചയ്ക്ക് നായ്ക്ക് വെള്ളം കൊടുത്ത സ്ത്രീ സ്വർഗത്തിലായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അകത്തുള്ള നന്മയാണ് ദൈവത്തിന്റെ നിദാനം. ഈ മതത്തിന്റെ ഭംഗി നിങ്ങളുടെ തലപ്പാവും തലയെക്കെട്ടും, നിങ്ങളുടെ ഓരോ ആർഭാടങ്ങളും, ഇതിലൊരു പ്രോട്ടോകോളും ദീനിലില്ല. ദീനിൽ ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കാൻ പറ്റുമോ, ചേർന്ന് നിൽക്കാൻ പറ്റുമോ, ഒരു ഭയമുള്ളൂ. ഇതാണ് മതത്തിന്റെ സൗന്ദര്യം. എനിക്കിതിന്റെ ഹദീസും ഇതിന്റെ ആയത്തൊന്നും പറയാൻ അറിയില്ല, പക്ഷെ മതത്തിന്റെ ഭംഗി ഇതാണ്. കാരണം നിങ്ങൾക്ക് ഒരു പദവിയും, നിങ്ങൾ റഷീദ് സാർ പ്രിൻസിപ്പൾ ആയിരിക്കാം, നെഹ്ത വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കാം, പക്ഷെ അതൊന്നും ഇവിടെ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ആരും കാണാതെ സ്വകാര്യമായിട്ട് നിങ്ങൾ അദ്ദേഹവുമായി, നാഥനുമായി, ദൈവവുമായി, പടച്ചവനുമായി കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ പദവി ഇവിടുത്തെ പദവിയുമായിട്ട് ബന്ധവും ഇല്ല. ദീനിന്റെ മറ്റൊരു മനോഹരമായ ഒരു സങ്കല്പം കൂടി ഞാൻ പറയാം, എനിക്കിഷ്ടപ്പെട്ട സങ്കല്പം പറയാം. ദീനിന്റെ പ്രത്യേകത, നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ, നിങ്ങൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്ന് പറഞ്ഞ് എത്ര ന്യായീകരിക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും സംസാരത്തിലും പ്രസംഗത്തിലും പത്രസമ്മേളനത്തിൽ വിളിച്ചിട്ട് എത്ര ന്യായീകരിച്ച് മെഴുകണം. പക്ഷെ ദീനിന്റെ ഏറ്റവും വലിയ ഭംഗി, അവസാനം നമ്മൾ പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതല്ല, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചതല്ല, ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ സത്യം ചെയ്യും. ആളുകളെ കൂട്ടി മാപ്പ് പറയും, എന്തെല്ലാം, എന്നാലും ശരിയാവില്ല. അവസാനം നിങ്ങൾ മടുത്തിട്ട് പറയും, ഒരു തിരിഞ്ഞിട്ട് പറയും, പഠിച്ചോനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്ക് അല്ല പറയും, എനിക്കറിയാലോ ഉദ്ദേശിച്ചതല്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റൂ. നിങ്ങളുടെ ഇന്റൻഷനാണ് പ്രധാനം, ഇമ്പാക്റ്റ് അല്ല. കമ്മ്യൂണിക്കേഷനിൽ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതാണ്, എനിക്ക് എന്ത് തോന്നി എന്നുള്ളതല്ല. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഇന്റൻഷൻ, നമ്മൾ അതിന് നെയ്യത്ത് എന്ന് പറയും, ചെറിയൊരു പദമല്ല. നെയ്യത്ത് അളക്കാൻ ഒരാൾക്കും കഴിയില്ല. തമാശക്ക് പറയും നെയ്യത്ത് പോലെ മയ്യത്ത് പോലെ. ഒരു മനുഷ്യന്റെ ആക്കിപത്ത് പ്രസംഗിച്ചില്ലേ നേരത്തെ, ആക്കിപത്ത് നന്നാവുക, അവസാനം നന്നാവുക, പര്യവസാനം നന്നാവുക, പര്യവസാനം നെയ്യത്തുകൾ പോലെ. അപ്പൊ ഒരു മനുഷ്യന്റെ ഇന്റൻഷൻ, ലക്ഷ്യം, അത് നിങ്ങൾക്ക് ഒരാൾക്കും, ഭാര്യക്കും മനസ്സിലാകും. ഭാര്യ പറഞ്ഞു നിങ്ങളത് പറയേണ്ടില്ല എന്ന് പറയും, ഭർത്താവ് പറയും നീ അത് ചെയ്തത് ശരിയായി, അപ്പൊ ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറയും, കുറെ ന്യായീകരിക്കും. അവസാനം നമ്മൾ കണ്ടു പറയും, കണ്ടില്ലേ ഈ മനുഷ്യരൊക്കെ തന്നെ. അത് പറയുമ്പത്തിൽ അല്ല വന്ന് പറയും, എനിക്കറിയാം, കാരണം ഞാൻ നോക്കുന്നത് നീ ചെയ്തതല്ല, ആ ചെയ്തതിന് പിന്നിൽ ഒരു ഇന്റൻഷൻ ഉണ്ട്. ഭൂമിയിൽ എല്ലാ മനുഷ്യരും, മാനേജ്മെന്റ് നോക്കുന്നത് ഇന്റൻഷൻ അല്ല, ഇമ്പാക്റ്റ് ആയിരിക്കും.
പ്രിൻസിപ്പൾ നോക്കുന്നത് ഇമ്പാക്റ്റ് ആയിരിക്കും. അറിയില്ല, പ്രിൻസിപ്പൾക്ക് അറിയില്ല, ഒരാൾക്കും അറിയില്ല. നിങ്ങൾക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒന്നാണ് നിയ്യത്തുന്നത്. അതാണ്. അപ്പൊ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണം, പ്രസംഗിക്കണം, സ്റ്റാർ ആവണം, ഇത് നിയ്യത്താണ്. അല്ല ഞാൻ പറയുന്ന ആരെങ്കിലും കേട്ടിട്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം, അത് നിയ്യത്താണ്. ഏത് നിയ്യത്താണ് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, അത് എനിക്ക് മാത്രം അറിയുന്ന കാര്യം. സോ നെയ്യത്ത് വളരെ പ്രധാനമാണ്. ദീനിന്റെ ഫിക്കുകളും ദീനിന്റെ എന്താ പറയാ അടയാളങ്ങളും ദീനിന്റെ പ്രൗഢിയും ഒക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചോളൂ, അത് പഠിച്ചോളൂ. പക്ഷെ ദീനിന് സൗന്ദര്യശാസ്ത്രമുണ്ട്, നിങ്ങൾ അതിനിഷ്ടപ്പെടും. റോസിന്റെ ഔഷധ മൂല്യം ഉണ്ടാകും, പക്ഷെ റോസിന് ഒരു പ്രസന്റ് ചെയ്യാനുള്ളൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാനുള്ള ഒരു വാല്യൂ ഉണ്ട്. എസ്തെറ്റിക് സെൻസ് ഇംഗ്ലീഷ് പറയും, അത് ദീനിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ഞാൻ ആദരിക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കാം, എല്ലാവരും അഭിനന്ദിക്കാം. പക്ഷെ ഒരു ചെറിയ വിയോജിപ്പ് കൂടി, നിങ്ങൾ ആദരിക്കുന്നത് പരീക്ഷയ്ക്ക് മാത്രമായ കുട്ടികളാണ്. കാരണം നിങ്ങൾക്ക് അല്ലാതെ ആദരിക്കാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ പരാജയം. നല്ല കുട്ടി ആദരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആദരിക്കും? ഇവിടെ സ്റ്റേജിൽ വരുന്ന കുട്ടികളെക്കാൾ നല്ല കുട്ടികൾ സ്റ്റേജിൽ വരാത്ത കുട്ടികളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒജ്ഹത്തിന്റെ അർത്ഥം അറിയാം, അത്തഹിയാത്തിന്റെ അർത്ഥം അറിയാം. പള്ളിക്ക് വരില്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഇട്ടിട്ട് എന്ത് കാര്യം? നിങ്ങൾ കൊടുക്കുന്ന സമ്മാനം പരീക്ഷ എന്ന് പറയുന്ന ഒരു പുറത്തുള്ള കാര്യം വെച്ചിട്ടാണ്. പക്ഷെ ഈ കുട്ടിക്ക് കരുണയും സ്നേഹവും ആർദ്രയും സുന്നത്തുകളില്ലെങ്കിൽ, സുന്നത്ത് പറഞ്ഞാൽ പ്രവാചകന്റെ ക്വാളിറ്റീസ് ആണ്, ആ ക്വാളിറ്റീസ് ഒന്നും ആ കുട്ടി പ്രതിഫലിപ്പിക്കുന്നില്ല. പരീക്ഷയ്ക്ക് ഫസ്റ്റ് വാങ്ങുകയും ഒരു